ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ ഓഗസ്റ്റ് മാസം 6-ാം തീയതി രാവിലെ എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിന ആശംസകളും നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാമത്തെ അധ്യായമാണ്. ഈ അധ്യായം രസകരമായൊരു അധ്യായമാണ്. ദൈവം ചെയ്യുന്ന ചില പ്രവൃത്തികളും അതിൻ്റെ കാരണങ്ങളും വെളിപ്പെടുത്തുന്ന ഒരു അധ്യായമാണ് ഈ അധ്യായം എന്ന് പറയുന്നത്. കനാനിലെ ജാതികളെ മുഴുവൻ നീക്കം ചെയ്യുവാനാണ് ദൈവം കൽപ്പിച്ചത്. എന്നാൽ ഒട്ടുമിക്കവാറും കാതിൽ കനാൻ്റെ ഹിത്യർ, ഹിവ്യർ, യബൂസ്യർ, പെരിസ്യർ മുതലായിരിക്കുന്ന ആളുകളെ ഏറെക്കുറെ അവർ നീക്കം ചെയ്തുവെങ്കിലും അവരുടെ ഇടയിൽപ്പെട്ടതായിരിക്കുന്ന കുറേ ആളുകൾ അവിടെ ഇവിടെയുമായിട്ട് ഒളിഞ്ഞും പാത്തും അവരെ വസിച്ചിരുന്നു. അതുകൊണ്ട് ശത്രുക്കളെ എല്ലാം നീക്കം ചെയ്യുവാനായിട്ട് കഴിഞ്ഞില്ല. അവരെ നീക്കം ചെയ്യുന്നതിൽ ഇസ്രായേൽ വിജയിച്ചില്ല. ഇസ്രായേൽ മക്കൾ ശക്തരായിരിക്കുമ്പോൾ ഈ രാജ്യങ്ങളെയൊക്കെ ഈ ജാതികളെയൊക്കെ അടിമകളാക്കി അവരെ അടിമപ്പണി ചെയ്യിക്കും. അതവർക്ക് സഹായമായിരുന്നു. എന്നാൽ ഇസ്രായേൽ മക്കൾക്കൊരു ബലഹീനത വരുമ്പോൾ ഈ അവശേഷിക്കുന്നതായിരിക്കുന്ന ജാതികൾ ഇസ്രായേലിനെ ഉപദ്രവിക്കും, വളരെ അവരെ ശല്യം ചെയ്യും. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ദൈവം ഈ ജാതികളെയൊക്കെ പൂർണ്ണമായി നീക്കം ചെയ്യുവാൻ ഇസ്രായേലിനെ സഹായിക്കാഞ്ഞത്? അതിനുള്ള കാരണം ദൈവത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. പറഞ്ഞിരിക്കുന്നത് യുദ്ധ അഭ്യാസത്തിന് ഇവരെ വെച്ചിരിക്കുന്നുവെന്നാണ്. അതായത് കനാൻ ഇവർക്ക് കൊടുത്തെങ്കിലും അതിന് ചുറ്റുമുള്ളതായിരിക്കുന്ന ജാതികളുണ്ട്. ഇപ്പോൾ ഉദാഹരണമായ ഫെലിസ്തീനൊക്കെ ഉണ്ട്. വളരെ ശക്തരായിരിക്കുന്ന ആളുകളാണ്. അവർ കൂടെ വന്ന് ഇസ്രായേലിനെ യുദ്ധം ചെയ്യും. കനാലിൽ തന്നെ ഉള്ളതായിരിക്കുന്ന ആളുകൾ യുദ്ധത്തിന് വരും. അടുത്തുള്ളതായിരിക്കുന്ന മറ്റേ ജാതികളുണ്ട്, അവരൊക്കെ യുദ്ധത്തിന് വരും. അപ്പോൾ യുദ്ധം ഒട്ടും അറിയാൻ വയ്യാത്തതായിരിക്കുന്ന ആളുകളാണെങ്കിൽ യുദ്ധത്തിന് വരുമ്പോൾ ഇവർ പരാജയപ്പെട്ടു. അതുകൊണ്ട് ദൈവം ചെയ്ത ഒരു ക്രമീകരണമാണ് ഈ ശത്രുക്കളെ മുഴുവനും നിർമൂലനം ചെയ്യാതെ ഇടയ്ക്കിടയ്ക്ക് അവർ യുദ്ധത്തിന് വരികയും ഇവരുടെ ആയുധങ്ങളൊക്കെ ഒന്ന് മിനുക്കി, അല്ലേ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ തോക്കിന് ചില ഗ്രീസും ഒക്കെ ഇട്ട് റെഡിയാക്കി വെക്കുക. അതിൻ്റെ കാഞ്ചി വലിച്ചാൽ ഉണ്ട പുറത്ത് പോകുമെന്നൊക്കെ അറിയണ്ടേ. അങ്ങനെയുള്ളതായിരിക്കുന്ന ക്രമീകരണങ്ങളൊക്കെ ചെയ്യുക. വാളൊക്കെ ഒന്ന് മിനുക്കി, വാളിന് എണ്ണയൊക്കെ തേച്ച് ഒക്കെ ഒരുക്കി വെക്കുക. അമ്പും വില്ലും ഒക്കെ തയ്യാറാക്കി വെക്കുക. അതൊക്കെ ആവശ്യമാണ്. അപ്പോൾ അതിനുവേണ്ടി ദൈവം ചെയ്തൊരു ക്രമീകരണമാണ് ഈ ജാതികളെ മുഴുവനും മാറ്റാതിരുന്നത്. കനാനിലെ വിജാതീയർ കൂടെ ആക്രമണത്തിന് ഒരുങ്ങും. അന്ന് അവരോട് എതിർക്കുന്നതിന് ഇസ്രായേലിന് കൂടെ തയ്യാറാകണം. അപ്പോൾ കൂടെ ഭാവിയിൽ ഇങ്ങനെയുള്ളതായിരിക്കുന്ന യുദ്ധങ്ങൾ വരുമ്പോൾ അവർ സജ്ജമായിരിക്കണം. യുദ്ധം അഭ്യസിച്ചിട്ടില്ലാത്ത ഒരു ജനമാണെങ്കിൽ അവർക്ക് പിടിച്ചു നിൽക്കാനായിട്ട് കഴിയുകയില്ല. അതിന് ദൈവം കുറേ ആളുകളെ അവിടെ അവശേഷിപ്പിച്ചിരുന്നു. അവരെ ഉള്ളിടത്തോളം കാലം ഇസ്രായേൽ മക്കൾ സൂക്ഷിക്കും. അവരെന്ത് ചെയ്യും? ആയുധങ്ങൾ ശേഖരിക്കും. അവർ യുദ്ധാഭ്യാസങ്ങൾ നടത്തും. അവർക്ക് ഡ്രില്ലൊക്കെ കാണും. യുദ്ധാഭ്യാസത്തിനുള്ള ആർമി ഡ്രില്ലൊക്കെ കാണും. അങ്ങനെ അവരെപ്പോഴും സജ്ജമായിരിക്കും. കാരണം ചുറ്റുമാരുണ്ട്. ഈജിപ്തുണ്ട്, സിറിയുണ്ട്, അസീറിയുണ്ട്, ബാബിലോണുണ്ട്. ഇങ്ങനെ എത്ര രാജ്യങ്ങളാണ്. ഫെലിസ്തീനാണെങ്കിൽ അവിടെ എപ്പോഴും തലവേദനയായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളതായിരിക്കുന്ന രാജ്യങ്ങളൊക്കെ ഇസ്രായേലിനെ ആക്രമിച്ച രാജ്യങ്ങളാണ്. എന്നാൽ നമുക്കറിയാം, ശക്തന്മാർ രാജാക്കന്മാരായിരുന്നു. ദാവീദ് ഭരിച്ചു, ശലോമോൻ ഭരിച്ചു, ഹിസ്കിയാവ് ഭരിച്ചു, ഉസിയാവ് ഭരിച്ചു. ഇവരുടെയൊക്കെ കാലത്ത് ഈ രാജ്യങ്ങളൊന്നും ഇസ്രായേലിനെ ആക്രമിക്കാൻ വന്നില്ല. എന്ന് മാത്രമല്ല, ഈ രാജ്യങ്ങൾ പിടിച്ചുകൊണ്ട് പോയതായിരിക്കും ദേശമൊക്കെ ഇസ്രായേൽ വീണ്ടെടുക്കുകയും ചെയ്തു. പക്ഷേ ബലഹീനരായ രാജാക്കന്മാർ വന്നപ്പോൾ എന്താ ചെയ്തത്? അവർ വന്ന് തൂത്തുവാരിക്കൊണ്ട് പോയി. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? ഇസ്രായേൽ മക്കൾ ശക്തരായിരിക്കുവാൻ തക്കവണ്ണം എപ്പോഴും ഇനി ശത്രുക്കളെക്കുറിച്ചുള്ള ഒരു ബോധം അവർക്കുണ്ടാകണം. ഞങ്ങൾക്ക് ശത്രുക്കളുണ്ട്, ചുറ്റും ശത്രുക്കൾ, ഏത് സമയത്ത് യുദ്ധം ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ തയ്യാറായിരിക്കണം. അങ്ങനെ ദൈവം അവരെ ആ നിലയിൽ അവിടെ ഒരുക്കുകയാണ് ചെയ്തത്. ദൈവം തൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും വ്യക്തമായ ഉദ്ദേശത്തോടുകൂടിയാണ് ചെയ്യുന്നത്. തൻ്റെ ജനത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് മാത്രമേ അവൻ പ്രവർത്തിക്കുകയുള്ളൂ. അതൊരാശ്വാസമാണല്ലേ. ദൈവം തൻ്റെ ജനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. ഇന്നത്തെ കാലത്ത് നോക്കിക്കുക, അങ്ങനെ തന്നെയാണ്. ഇന്നത്തെ കാലത്ത് ദൈവത്തിൻ്റെ മക്കൾ വളരെ അധികം ശത്രുക്കളുണ്ട്. അവർക്ക് എന്തെല്ലാം ശത്രുക്കളുണ്ട്. ദൈവമക്കൾ ഇന്ന് യുദ്ധം ചെയ്യുന്ന ഏതെല്ലാം മേഖലകളിലാണ്. നിരീശ്വര മതം അവിടെ കിടക്കുന്നു, ഭൗതികവാദം കിടക്കുന്നു, ഭോഗവാദം കിടക്കുന്നു, കമ്മ്യൂണിസം കിടക്കുന്നു, മാർക്സിസം കിടക്കുന്നു. ഏതെല്ലാം വിധത്തിലുള്ളതായിരിക്കുന്ന ചിന്താഗതികളാണ് കിടക്കുന്നത്. ഏതെല്ലാം മതങ്ങളും ഏതെല്ലാം ഇസങ്ങളുമാണ് കിടക്കുന്നത്. ഇതെല്ലാം ക്രൈസ്തവ മതത്തിനെതിരെ ആഞ്ഞടിക്കുന്നതായിരിക്കുന്ന മതങ്ങളാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ കലാലയങ്ങളിൽ പോകുമ്പോൾ അവരെല്ലാം തിരിച്ചു വരുന്നത് എങ്ങനെയാണ്? പലരും നിരീശ്വരന്മാരായിട്ട് വരുന്നു, പലരും യുക്തിവാദികളായിട്ട് വരുന്നു, പലരും ഭോഗവാദികളായിട്ട് വരുന്നു. ഇങ്ങനെ ഓരോരോ നിലയിലല്ലേ അവർ വരുന്നത്. എന്നാൽ അവർ അങ്ങനെ വരാതിരിക്കണമെങ്കിൽ എന്ത്
എന്ത് ചെയ്യണം? നമ്മളുടെ യുദ്ധത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങണം. അപ്പോൾ നമ്മുടെ സഭകളിൽ എന്ത് ചെയ്യണം? നമ്മുടെ യുവാക്കന്മാരെ അഭ്യസിപ്പിക്കുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള ഇസങ്ങൾക്കെതിരെയുള്ളതായിരിക്കുന്ന പഠനങ്ങളും ഒക്കെ നമ്മൾ നടത്തി നമ്മുടെ കുഞ്ഞുങ്ങളെ ശക്തരാക്കി വേണം നമ്മൾ പുറത്തേക്ക് വിടാനായിട്ട്. അത് ചെയ്യുന്നില്ലെങ്കിൽ അവർ നമ്മുടെ കുഞ്ഞുങ്ങളെ പിടിച്ചെടുക്കും. വിശ്വാസത്തിൽ ബലഹീനരായവർക്ക് പിടിച്ചു നിൽക്കാൻ പ്രയാസമാണ് എൻ്റെ പ്രിയമുള്ളവരെ. വിശ്വാസത്തിൽ ശക്തരാക്കണം, നമ്മുടെ കുഞ്ഞുങ്ങളെ വിശ്വാസത്തിൽ ശക്തരാക്കണം. വിശ്വാസത്തിൽ ശക്തരാകണമെങ്കിൽ എന്ത് ചെയ്യണം? അവിശ്വാസത്തിൻ്റെ കാറ്റ് അവർക്ക് നേരെ അടിക്കുമ്പോൾ പിടിച്ചു നിൽക്കുവാൻ ആവശ്യമായിരിക്കുന്ന ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്യണം. അതിനുള്ളതായിരിക്കുന്ന അഭ്യാസങ്ങൾ കൊടുക്കണം, അതിനുള്ള എക്സസൈസുകൾ കൊടുക്കണം, പരേഡുകൾ നടത്തണം, വിശ്വാസത്തിൻ്റെ പരേഡുകൾ. എന്നാൽ ഇന്ന് സഭകളൊന്നും അത് ചെയ്യുന്നില്ലെന്നാണ്. ഇന്ന് സഭകൾ ചെയ്യുന്നില്ല. അതുകൊണ്ട് എന്താ ചെയ്യുന്നത്? ഇന്ന് യുവാക്കന്മാർ സഭകൾക്കില്ല. സഭകളിൽ നിന്ന് യുവാക്കന്മാർ പോയി കഴിഞ്ഞാൽ അവർ തിരിച്ചു വരുന്ന വിശ്വാസികളായിട്ടില്ല, അവിശ്വാസികളായിട്ടില്ല. അവർ പറയും എന്നെ വ്യത്യാസം, എന്നെ ദൈവം, ഏത് ദൈവം, ആരുടെ ദൈവം, ഏത് ബൈബിൾ, ലോകത്തിൽ അനേകം മതഗ്രന്ഥങ്ങളുണ്ട്, യേശു അവരിൽ ഒരാളാണ്, അല്ലാതെ ഒന്നും കാണുന്നില്ലെന്ന് അവർ പറയും. അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് വരുന്നു. കാരണം നമ്മളവരെ തയ്യാറാക്കിയല്ല വിടുന്നത്. വിശ്വാസത്തിൽ ബലഹീനരായവർക്ക് പിടിച്ചു നിൽക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് അവരെ വിശ്വാസത്തിലും ഭക്തിയിലും അഭ്യാസം തികഞ്ഞവരാക്കണം. എതിർപ്പുകളുടെ മുൻപിൽ ധൈര്യമായി നിൽക്കുവാൻ അവരെ ശക്തരാക്കണം. ശക്തരായി ജീവിക്കുവാൻ അവരെ ആവശ്യമായിരിക്കുന്ന പരിശീലനം നമുക്ക് കൊടുക്കണം. എൻ്റെ പ്രിയമുള്ളവരെ, അത് നാം ചെയ്യണം. ഇന്നത്തെ പിതാക്കന്മാരും മാതാക്കളും ഇന്നത്തെ സഭകളും ഒന്നും അത് വേണ്ടവണ്ണം ചെയ്യുന്നില്ലെന്നുള്ളൊരു പരാതി ഞാൻ പൊതുവേ പറയട്ടെ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ക്രൈസ്തവ രാജ്യങ്ങളെ നോക്ക്, യൂറോപ്പിനെ നോക്ക്, അമേരിക്കയെ നോക്ക്, അവിടുത്തെ ബഹുഭൂരിപക്ഷം ആളുകളും ഇന്ന് വിശ്വാസികളാണോ? അവിടുത്തെ യുവാക്കന്മാരെ നോക്ക്, അവിടുത്തെ യൂണിവേഴ്സിറ്റികളെ നോക്ക്. ഹാർവർഡ്, യെയില്, പ്രിൻസ്റ്റൺ മുതലായിരിക്കുന്ന യൂണിവേഴ്സിറ്റികളൊക്കെ വലിയ പ്രശസ്തമായ സർവകലാശാലകളൊക്കെ സെമിനാരികളായിരുന്നു. ഹാർവർഡ് സെമിനാരിയായിട്ടാണ് തുടങ്ങിയത്, പ്രിൻസ്റ്റൺ അങ്ങനെ തുടങ്ങിയത്. ഇങ്ങനെയുള്ളതായിരിക്കുന്ന സെമിനാരികൾ ഇന്നെന്താ പഠിപ്പിക്കുന്നത്? നിരീശ്വരത്വമാണ് പഠിപ്പിക്കുന്നത്. നമ്മൾ വളരെ തെറ്റിപ്പോയി. അതുകൊണ്ട് നമ്മുടെ യുവാക്കന്മാരെ നമുക്ക് നഷ്ടമാവുകയാണ്. ഇന്നത്തെ യൂറോപ്പിലൊക്കെ ചെന്ന് പള്ളികളിൽ പോയി നോക്കി, 60 വയസ്സിനും 70 വയസ്സിനും 60 വയസ്സും ഇല്ലെന്നാണ് പറഞ്ഞത്. 70 വയസ്സിന് മേൽ പ്രായമുള്ള, 80 വയസ്സിന് മേൽ പ്രായമുള്ള 10ഉം 15ഉം വല്യപ്പച്ചന്മാരും വല്യമ്മച്ചന്മാരും വന്നിരിക്കും. ഒരു കാലത്ത് യുവാക്കന്മാരെ കൊണ്ട് യുവതികളെ ആയിരക്കണക്കിന് ആളുകൾ ഇരുന്നതായിരിക്കുന്ന പള്ളികളിലാണ് ഇന്ന് 15, 20, 50 പേര് ഉള്ളത്. അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പലയിടത്തും ദൈവവചനം പ്രസംഗിക്കുവാൻ തന്നെ ആളുകൾ എന്ന് വരുന്നു. എന്താ കാരണമെന്ന് ചോദിച്ചാൽ, കനാലിലെ ആളുകളെ ദൈവം ഒരു ക്രമീകരണം ചെയ്തിരുന്നു. ഇസ്രായേൽ മക്കൾ പരാജയപ്പെടാതിരിക്കാനായിട്ട്, യുദ്ധം ശീലിക്കുവാനായിട്ട് അവർക്ക് അവസരങ്ങൾ കൊടുത്തു. യുദ്ധം ഇന്നുമുണ്ട്, ശത്രുക്കളുണ്ട്. പക്ഷേ ഇന്നത്തെ ശത്രുക്കളോട് നമ്മൾ യുദ്ധം ചെയ്യുകയല്ല, ശത്രുക്കൾ നമ്മോട് യുദ്ധം ചെയ്യുകയാണ് ചെയ്യുന്നത്. അവരെ ജയിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. നമ്മളവർ ബൈബിൾ പഠിപ്പിക്കുന്നില്ല, നമ്മുടെ കുഞ്ഞുങ്ങളെ ബൈബിൾ പഠിപ്പിക്കുന്നില്ല, നമ്മുടെ കുഞ്ഞുങ്ങളെ വിശ്വാസം പഠിപ്പിക്കുന്നില്ല, തിയോളജി പഠിപ്പിക്കുന്നില്ല, ഇതൊന്നും പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ വലിയൊരു പരാജയത്തിൻ്റെ വക്കിലേക്കാണ് വരുന്നത്. അങ്ങനെ വരാതിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ശക്തരായി തീരാം, നമ്മുടെ മക്കളെ ശക്തരാക്കാം, നമ്മുടെ തലമുറകളെ നമുക്ക് ശക്തരാക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. വാഴ്ത്തപ്പെട്ട പിതാവേ, ഞങ്ങൾ ജീവിക്കുന്നതായിരിക്കുന്ന ഈ കാലഘട്ടം വളരെ മോശമായിരിക്കുന്നൊരു കാലഘട്ടമാണ്. ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം ദൈവം അവരുടെ ഭാവിക്ക് വേണ്ടി ചെയ്ത ചില ക്രമീകരണങ്ങളാണ് ഞങ്ങൾ കണ്ടത്. ശത്രുക്കളെ മുഴുവനും ഉന്മൂലനം ചെയ്യാതെ അന്യജാതിക്കാർ കുറേ ആളുകളെ അവിടെ വെച്ചു. കാരണം എന്താണ്? യുദ്ധം ശീലിക്കണം. ഇസ്രായേൽ മക്കൾക്ക് യുദ്ധം ചെയ്യുവാൻ ആളുകൾ വേണം. ഇടയ്ക്കിടയ്ക്ക് അവിടെ ആയുധങ്ങൾ ശരിയാക്കി വെക്കണം. കാരണം കുറേ കഴിയുമ്പോൾ വലിയ ശത്രുക്കൾ വന്ന് അവരെ അറ്റാക്ക് ചെയ്യുമെന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് ശക്തന്മാരായ രാജാക്കന്മാരുണ്ടായിരുന്ന കാലത്ത് അവരെ ആരും കീഴ്പ്പെടുത്തുവാനേ കഴിഞ്ഞില്ല. പക്ഷേ ബലഹീനരായ രാജാക്കന്മാർ വന്നപ്പോൾ അവരെ എല്ലാം പിടിച്ചുകൊണ്ട് പോയതായ ചരിത്രം നമ്മളെ വായിക്കുന്നുണ്ട്. ഇന്ന് ഞങ്ങൾക്ക് അങ്ങനെ സംഭവിക്കരുത്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ സംഭവിക്കരുത്, ഞങ്ങളുടെ സഭകൾക്ക് അങ്ങനെ സംഭവിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പൽക്കാലത്തിനായി സ്തോത്രം. ഞങ്ങളെ അനുഗ്രഹിക്കണമേ, കൃപ കൊണ്ട് നിറയ്ക്കണമേ, ഞങ്ങളുടെ ആവശ്യങ്ങളെ നടത്തി തരണമേ, ശത്രുവിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. മഹത്വം അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ.